ഹായ് ഓൾ. നിങ്ങളുടെ ജീവിതം മീനിങ് ഫുള്ളാണോ? ഫുൾഫില്ലിംഗ് ആണോ? സാക്ഷാത്കാരം? നമ്മളിങ്ങനെ എടുത്ത് ചിന്തിച്ച് നോക്കുമ്പം നമ്മുടെ ഓരോരുത്തരുടെയും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം, നമുക്ക് ഈ അന്നന്ന് ജീവിച്ചു പോവുക, ആഹാരം കഴിക്കുക, ഉറങ്ങുന്നുണ്ട്, അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിന് എന്താണ് ജീവിതം കൊണ്ട് ഈ ലോകത്ത് നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റിയത്? എത്ര പേരുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്? ഈ നമ്മളോട് തന്നെ നമുക്ക് നീതിയാണോ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഇതിന് നമുക്ക് പറയാവുന്നത്, നമുക്ക് ഫുൾഫിൽമെൻ്റ് ഉണ്ടോ, സാക്ഷാത്കാരമുണ്ടോ, ആത്മസാക്ഷാത്കാരമുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് എത്രമാത്രം നിങ്ങൾ സെൽഫ് കെയറും സെൽഫ് എംപവർമെൻറ്റും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷകരമായി ജീവിക്കാൻ പറ്റുന്നുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് പറ്റുന്നുണ്ടോ, പിന്നെ ട്രസ്റ്റഡ് ഫ്രണ്ട്സ് എത്ര പേരുണ്ടോ, നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, പിന്നെ കുടുംബാംഗങ്ങളുമായിട്ട് അത്രമാത്രം ഡെപ്തിലുള്ള ഇൻറ്റിമസി നിങ്ങൾക്കുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു മൈൻഡ്ഫുൾനെസ് നമുക്ക് കിട്ടുന്നുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജേണൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ, നമ്മുടെ പ്രധാന ഹോബീസ് നമ്മൾ പെർസ്യൂ ചെയ്യുന്നുണ്ടോ, അത് ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞാണോ, ഇനി നമ്മളോടും മറ്റുള്ളവരോടും എത്രമാത്രം നമ്മൾ കൈൻഡാണ്, കമ്പാഷനേറ്റാണ്, ഇനി നമ്മൾ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കാരണം 3% ആൾക്കാർ ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യാറുള്ളൂ. എഴുതി തയ്യാറാക്കി കൃത്യമായിട്ട് ഗോളുള്ളത് 1% ആൾക്കാർക്കേ ഉള്ളൂ. അവരെല്ലാം അത് കൃത്യമായിട്ട് എത്താറുമുണ്ട്. അപ്പോൾ നമുക്കൊരു സ്മാർട്ട് ഗോളുണ്ടോ? വളരെ സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട് ആയിട്ടുള്ള. അപ്പോൾ നമുക്കതുപോലെ തന്നെ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ വെച്ച് തന്നെ നിർത്തിയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഒരു ബുക്ക് എടുക്കുക, ജീവിതത്തിൽ വേണ്ടുന്ന പ്രധാനപ്പെട്ട ഇനി ഈ വർഷം ഇപ്പം നമുക്ക് ഈ വർഷം നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ, ആരോഗ്യപരമായിട്ട്, ആദ്യമായിട്ട് സാമ്പത്തികമായിട്ട്, ബന്ധങ്ങളിൽ, ബുദ്ധിപരമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വലായിട്ട്, ഇല്ല സമൂഹത്തോട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള ഗോള്, ആ ഗോള് സെറ്റ് ചെയ്തിട്ട് മാത്രമേ, ഗോളില്ലാതെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രമായ ഗോൾ ഏതാണ്? അതിനെ നമുക്ക് കാര്യം ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഒരു മാസം എത്ര തീർക്കണം, അല്ലെങ്കിൽ ഒരാഴ്ച എത്ര തീർക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര തീർക്കണം, അതെങ്ങനെയൊക്കെ നമുക്ക് പോകണം, വാട്ട് ആർ ദ സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് നിങ്ങൾ അവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിന് ഇങ്ങനെ എഴുതി തയ്യാറാക്കുന്നത് മാത്രമല്ല, ഇതിനെന്താണ് നമ്മൾ ഉത്തരവാദിത്വം, ഫോക്കസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ദിവസം ഒരു 20 പേജെങ്കിലും നമ്മളുമായിട്ടുള്ള റെലവൻസ് ഉള്ള മോട്ടിവേഷണൽ മെറ്റീരിയൽസ്, പുസ്തകങ്ങൾ വായിക്കാം. അപ്പം ലോകത്തുള്ള എല്ലാം കൂടെ വായിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമുക്കൊരു പുസ്തകം തന്നെ നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ആഴ്ച, ഈ മാസമോ പ്രായോഗികമായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മളതിൽ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങളുടെ വീട്ടിലെ ഷെൽഫിലിരിക്കുന്ന ബുക്കുകൾ നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ളവയും ഉണ്ടാവും. അപ്പോൾ ലൈഫ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തോ, ഒരു 20 പേജ് നമ്മൾ മറിച്ച് നോക്കിയോ. ഇനി നമ്മൾ അങ്ങോട്ടുള്ള ഒരു മീനിങ് ഫുൾ ലൈഫാണോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്? നിങ്ങൾക്ക് എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, ലീവിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഇനി നിങ്ങളുടെ ലൈഫ് എത്രമാത്രം ഫുൾഫിൽഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സത്യം പറയാൻ കഴിയുന്നുണ്ടോ, മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കൈൻഡ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇനി നിങ്ങൾ ഏതെങ്കിലും ഡിസീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ, വരാൻ പോകുന്നുണ്ടോ, നമ്മൾ അതിനുവേണ്ടി പ്രിവെൻറ്റീവായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ആവശ്യത്തിന് ന്യൂട്രീഷൻ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ന്യൂട്രീഷനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, വെയിറ്റ് മാനേജ് ചെയ്യുന്നുണ്ടോ, കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യുന്നുണ്ടോ, ഡയബറ്റിക്സിനെ നമ്മൾ അകത്ത് നിർത്താനോ ക്യാൻസറിനെ അകത്ത് നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഭക്ഷണത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, BP വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ബോൺ സ്ട്രോങ് ആകാൻ വേണ്ടി, മസിൽ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട്, എനർജി ലെവൽ അപ്പാകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മൂഡ് ബെറ്റർ ആകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ലൈഫ് സ്കില്ലിനെ കുറിച്ച്, നമുക്കൊരു 300ഓളം ലൈഫ് സ്കിൽസ് ഉണ്ടെങ്കിലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും നേടിപ്പോകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് സ്കില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കിയാൽ അറിയാം, ലൈഫ് സ്കിൽ ഒരുപാട് ലൈഫ് സ്കിൽസ് ഉണ്ട്. ഇതിലേതൊക്കെ നിങ്ങൾക്ക്
പിന്നെ സ്കില്ല് ആർജിക്കാനായിട്ട് പറ്റും. ഞാൻ തന്നെ ഒരുപാട് ലൈഫ് സ്കിൽസ് ഇവിടെ വീഡിയോയ്ക്കകത്ത് ഇടാറുണ്ട്. തന്നെയല്ല എൻ്റെ ഹാർഡ് കോർ കോഴ്സസിനകത്ത് ഒരുപാട് കോഴ്സസ് പലപ്പോഴും ആൾക്കാർക്ക് എൻ്റെ കോഴ്സിലേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ലേണിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ലേണിംഗ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൽ കയറിയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേക്കും ആ ലേണിങ്ങിലൂടെ എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് ചോയ്സസ് നിങ്ങളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടുന്ന ഫുഡ് ചോയ്സസ് ആണോ നിങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ എത്രമാത്രം പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലും വരുത്താനായിട്ടുണ്ട്. ഓരോ നിമിഷവും നിങ്ങൾ കമ്പാഷനേറ്റ് ആണോ, നിങ്ങൾ ഹെൽത്തി മീൽസ് ആണോ അടുത്ത ദിവസങ്ങളെല്ലാം കഴിക്കാൻ പോകുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ, നിങ്ങൾ എംപവർ ചെയ്യുന്നുണ്ടോ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നിങ്ങൾ എംപവർ ചെയ്യുന്നുണ്ടോ. അപ്പോൾ എംപവർ ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ. പിന്നെ മറ്റുള്ളവരുമായിട്ട് സഹകരണത്തിനുള്ള കോഓപ്പറേഷൻസിന്, പേഷ്യൻസിന്, കോൺഫ്ലിക്റ്റുകളുണ്ടെങ്കിൽ അതിനെ റിസോൾവ് ചെയ്ത് കളയാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആക്കാൻ പറ്റുമോ. കമ്മ്യൂണിക്കേഷൻ ചിലപ്പം നമ്മൾ വളരെ സ്പീഡിൽ സംസാരിക്കുന്നവരായിരിക്കും, വളരെ സ്ലോവിൽ നിർത്തി സംസാരിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് സൗണ്ട് വളരെ കുറവായിരിക്കും, നമുക്ക് അപ്രോപ്രിയേറ്റ് സൗണ്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ഒരുപാട് ആവശ്യമില്ലാതെ ഒരുപാട് കയറി പറയുന്നതാണോ, നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ തടസ്സപ്പെടുത്താറുണ്ടോ. ഇനി നമ്മൾ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള പിന്നെ അവരെ നമ്മൾ ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായിക്കാറുണ്ടോ. നെഗറ്റിവിറ്റി നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടാറുണ്ടോ. നമ്മൾ കൂടുതൽ നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും ജോയിയസ് ആകാനും പറ്റുന്നുണ്ടോ. നിങ്ങളൊരു പെർഫെക്റ്റ് മനുഷ്യനാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുള്ള പണം നിങ്ങൾക്ക് നേടാനായിട്ട് വരുന്നുണ്ടോ. പണത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫൈൻഡിങ് ലവ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേടാനായിട്ട് പറ്റുന്നുണ്ടോ. വേണ്ടപ്പെട്ട വാല്യൂസ്, മൂല്യങ്ങൾ, ആദർശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചുമത്താനായിട്ട് പറ്റുന്നുണ്ടോ. ഇതൊക്കെ ഫാമിലിയിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ. ഇനി ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില റൂളുകളുണ്ട്, രീതികളുണ്ട്. നിങ്ങളത് പഠിക്കാറുണ്ടോ, റൂൾസ് ഓഫ് വിന്നിങ് ലൈഫ്. ഇനി ലൈഫിനെക്കുറിച്ച്, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു വിഷനുണ്ട്. നിങ്ങൾ എപ്പോഴും ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടോ. നിങ്ങളുടെ സംസാരങ്ങളും പ്രവർത്തിയിലും നിങ്ങൾ ഹ്യൂമിലിറ്റി, ഹമ്പിളാകുന്നുണ്ടോ, വിനയാന്വിതനാകുന്നുണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസൻറ്റ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പാസ്റ്റിലെ മോശം ചിന്തകളൊന്നും കൊണ്ടു നടക്കരുത്. അതെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ച് കളയണം, എറേസ് ചെയ്ത് കളയണം. അപ്പം ഈ നിമിഷങ്ങളിൽ ജീവിക്കണം. ഇപ്പോൾ ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷങ്ങളിൽ. അപ്പോൾ നമുക്ക് ബാഡ് ഹാബിറ്റിൽ, അതിൽ നിന്ന് നമുക്ക് എത്ര ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, ആ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ നിങ്ങൾക്ക് സ്മാർട്ട് വർക്കാണോ, ഷാർപ്പ് വർക്കാണോ, ഹാർഡ് വർക്കാണോ നിങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് ആകാം. ഇനി നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടെ സ്റ്റേയിങ് ഓർഗനൈസ്ഡ് ആകാം. ലൈഫിൽ ടാസ്കുകൾ എങ്ങനെ കറക്റ്റ് സമയത്ത് ഫിനിഷ് ചെയ്യാം. നിങ്ങളുടെ റിസൾട്ട് എത്രമാത്രം ഉണ്ടോ അത് നിങ്ങൾ മെഷർ ചെയ്യാറുണ്ടോ. നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ ഒഴിവാക്കാറുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ടൈം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് കുറച്ച് ടൈം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ. നിങ്ങൾ എക്സ്റ്റെൻസീവായിട്ട് റീഡ് ചെയ്യുന്നുണ്ടോ. നിങ്ങൾ യുണീക്ക് വ്യക്തിയാകാനായിട്ട് നോക്കുന്നുണ്ടോ. നിങ്ങളുടെ ഹെൽത്തി ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടോ. നിങ്ങളുടെ ചുറ്റുവട്ടങ്ങൾ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ. ഫൈനാൻഷ്യലി നമുക്ക് 70 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള കാലഘട്ടം ജീവിക്കുമ്പം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് ആരെയും ആശ്രയമില്ലാതെ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. എക്സലൻ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങൾ ആർജിക്കുന്നുണ്ടോ. ഇതെല്ലാം നമ്മുടെ ഫുൾഫിൽമെൻറ്റിൻ്റെ ഭാഗമാണ്. റിമൂവിങ് നെഗറ്റിവിറ്റി ഫ്രം യുവർ ലൈഫ്. ഗോളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആകാൻ പറ്റുന്നുണ്ടോ. പിന്നെ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ. പിന്നെ എക്സ്ക്യൂസസ് പറഞ്ഞ കാര്യങ്ങൾ ഡിലേ ചെയ്യിക്കുന്നതിൽ നിങ്ങൾ ഒഴിവാകുന്നുണ്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഒബ്സ്റ്റക്കിൾസ് വരും, ആ ഒബ്സ്റ്റക്കിൾസ് നിങ്ങൾ ഓവർകം ചെയ്യാറുണ്ടോ. സമയക്കുറവോ പണക്കുറവോ അറിവ് കുറവോ കൊണ്ടോ നിങ്ങൾ പല കാര്യവും മാറ്റിവെക്കാറുണ്ടോ. അത് ആർജിച്ച് പെർസിസ്റ്റൻസോട് കൂടി മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം ആർജിക്കാൻ എന്താ ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് വഴികളുണ്ട് ടൈം ആർജിക്കാനായിട്ട്. പിന്നെ ടൈം മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്, പ്രയോറിറ്റൈസേഷൻ മെത്തേഡ്, പലതിനോടും ആവശ്യമില്ലാത്തൊരു സെയിങ് നോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടോ. പിന്നെ ഒരു ടാസ്ക്, ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയുണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഒരുപാട് പോകാറുണ്ടോ.
മെൻ്റലി സ്ട്രോങ് ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാറുണ്ടോ? സജ്ജനങ്ങളുമായിട്ട് പോസിറ്റീവ് ആൾക്കാരാണോ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളത്? നിങ്ങൾക്ക് സെറ്റ് ബാക്ക് വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എപ്പോഴും വലിയ ലേണിംഗ് നടത്താറുണ്ടോ? ഹാപ്പിനെസ്, കൈൻഡ്നെസ്, ഫെയർനെസ് ഇതെപ്പോഴും ചൂസ് ചെയ്യാറുണ്ടോ? ടേക്കിംഗ് കാൽക്കുലേറ്റഡ് റിസ്ക്, നമുക്ക് റിസ്ക് ഉണ്ടാവും. ആ റിസ്കിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നേരിടാനായിട്ടുള്ള എല്ലാ സംഭവം കണ്ടുകൊണ്ട് വിജയത്തിനുള്ള സാധ്യത കണ്ടുകൊണ്ട് എപ്പോഴും നമ്മൾ കളിക്കുമ്പോൾ പാസീവായിട്ട് കളിക്കരുത്. കളിക്കുന്നത് മുഴുവനും ജയിക്കാൻ വേണ്ടി കളിക്കണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ നിങ്ങൾ റെസീലിയൻ്റ് ആകാറുണ്ടോ? വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരാനായിട്ട് പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് വളരാനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ? അഡ്വേഴ്സിറ്റികൾ വരുമ്പം ബൗൺസ് ചെയ്ത് അതൊരു നേട്ടമായിട്ട് അതിൽ നിന്ന് ഒരുപാട് ലേൺ ചെയ്യാറുണ്ടോ? ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ് ഉപയോഗിക്കുന്നുണ്ടോ? ഓരോ നിമിഷവും നമ്മൾ കിട്ടുന്ന സമയങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? അത് വൃഥാവിൽ ടൈം പോകുന്നുണ്ടോ? നമ്മുടെ തോട്ടും ഇമോഷൻസും നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ? ഡിസിഷൻ മേക്കിംഗ് അതാത് സമയത്ത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ലൈഫ് ലോങ് ലേണിങ്ങിൽ നിങ്ങൾ വ്യാപൃതനാണോ? ഇതൊക്കെ നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി കണ്ടിന്യൂസ് ലേണിംഗ് ജേണിയിലൂടെയാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ക്യൂറിയസ് ആയിട്ട് ജിജ്ഞാസുമായിട്ടാണോ ജീവിക്കുന്നത്? ഓപ്പൺ മൈൻഡഡ് ആണോ? നിങ്ങളുടെ ന്യൂ ഇൻട്രസ്റ്റുകളും സ്കില്ലുകളും നോളജുകളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് നർച്ചർ ചെയ്യാറുണ്ട്. എല്ലാ ബന്ധങ്ങളും നമ്മൾ ചെടി വെക്കുന്ന പോലെയാണ്. അതിന് വെള്ളം ഒഴിക്കുകയും വളം ഇടുകയും വേണം. അപ്പോൾ സമയം കിട്ടുമ്പോൾ അവർ വിളിക്കാറുണ്ടോ? പിന്നെ നമ്മൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബന്ധങ്ങൾ ഇൻറ്റിമേറ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ടോ? നിങ്ങൾ ആക്റ്റീവ് ലിസണറാണോ? ബന്ധങ്ങളിൽ നമുക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ? മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടോ? അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സ്ഥലത്തും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടോ? അത് എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? നമുക്ക് കിട്ടിയിട്ടുള്ള നന്മകളെ നമ്മൾ അക്നോളജ് ചെയ്യാറുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ കണ്ടൻമെൻറ്റും അപ്രിസിയേഷനും നമുക്ക് സ്വയം ഉണ്ടോ? നമുക്ക് ഈ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല സംഭവങ്ങളും പ്രയാസങ്ങൾ വരുമ്പം അതെല്ലാം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് അടുത്തതിലേക്ക് കടന്നു പോകാനായിട്ട് കയറിപ്പോകാനായിട്ട് ഒരു സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഫെയിലിയറും ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾ സ്വയം പറയാറുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ലോകത്തിന് വേണ്ടി എന്ത് വോളണ്ടറി ചെയ്യുന്നു? മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട്, നിങ്ങളെന്ന് പറഞ്ഞ ഒരു ജീവിയെ കൊണ്ട് മറ്റ് സഹജീവികൾക്ക് എന്തെല്ലാം നേട്ടം ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ ചാരിറ്റി വർക്ക് ചെയ്യാറുണ്ടോ? മറ്റുള്ളവരെ മെൻറ്റർ ചെയ്യാറുണ്ടോ? ലോക്കലി എന്തുമാത്രം ഇനീഷ്യേറ്റീവ്സ് എടുക്കാറുണ്ട്? ഇപ്പം ഞാനിത് നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്കിത് പലരോട് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുള്ളൊരു ബാധ്യതയുണ്ടോ? നിങ്ങൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളതുപോലെ തന്നെ നിങ്ങളുടെ പോസിറ്റീവ് ഇമോഷൻസ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാറുണ്ടോ? അതുപോലെ നിങ്ങൾ ഓരോ ദിവസവും സ്ട്രോങ് ആകാനായിട്ട് റിലേഷൻഷിപ്പ് മീനിങ് ഫുള്ളും സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചേഞ്ചിന് പറ്റിയ സർക്കംസ്റ്റൻസസ് നമ്മൾ ഏറ്റെടുക്കാറുണ്ടോ? ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, എല്ലാ ദിവസവും ഒരു ചെടി വളർന്നുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാ ദിവസവും നിങ്ങളുടെ മൈൻഡ് വളരുന്നുണ്ടോ? അത് സ്റ്റില്ലാണോ? അതുപോലെ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റുകൾ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇതുവരെ ഉണ്ടാക്കിയ അച്ചീവ്മെൻറ്റ് അതിന് ഒരുപാട് അച്ചീവ്മെൻറ്റിലേക്ക് ചാടി പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതുപോലെ തന്നെ പെർസുവറൻസ് ഉണ്ടോ? ചലഞ്ചസ് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? എത്രമാത്രം ഡിറ്റർമിനേഷൻ ഉണ്ട്? അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെൻ്റൽ ഹെൽത്ത്. നിങ്ങൾ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് ഈ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ചില ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ട് മെൻ്റൽ ഹെൽത്തിന് ഡിപ്രഷൻ മുതലായ സംഭവങ്ങൾ, അസ്വസ്ഥതകൾ, ഇറിറ്റബിലിറ്റി ഇങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട്. നമ്മൾ അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹെൽപ്പ് എടുക്കാറുണ്ടോ? അതോ നമ്മൾ സ്ട്രഗിളിൽ തന്നെയാണോ? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പുറത്ത് പറയാനൊരു സ്റ്റിഗ്മ വെച്ചുകൊണ്ടിരിക്കുകയാണോ? അതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവർ നമ്മൾ എമ്പതി കാണിക്കാറുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ വെറുതെ പരിഹസിക്കാറുണ്ടോ? അതോ അവരോട് കമ്പാഷനേറ്റായിട്ട് അവർക്ക് എന്തെങ്കിലും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടോ? ഇനി നിങ്ങളുടെ എല്ലാ ആക്ഷനകത്ത് ഒരു പർപ്പസ് ഉണ്ടോ? അങ്ങനെ നമ്മൾ ഈ മൊത്തത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെടുത്ത് നോക്കുമ്പോൾ എത്രമാത്രം നിങ്ങളിതിൽ ഇൻവോൾവ് ആണ്, എത്രമാത്രം സാക്ഷാത്കാരം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ പിന്നെ ഈ പറഞ്ഞ വേദിക് ഫിലോസഫിയിൽ പറയുമ്പോൾ ശ്രേയസ്സിൽ മരിക്കാൻ പറയും. ശ്രേയസ്സിൽ മരിക്കുമ്പോൾ അവിടെ 3 കാര്യമാണ്. നമ്മൾ ഭയമില്ലാതിരിക്കുക, കുറ്റബോധം ഇല്ലാതിരിക്കുക,
പരാശ്രയമില്ലാതിരിക്കുക. ഇങ്ങനെ വേണം മരിക്കാൻ. ഇങ്ങനെ മരിക്കുകയാണെങ്കിൽ അയാൾ ശ്രേയസ്സിൽ മരിച്ചു എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് പ്രേയസ്സിൽ മരിക്കുന്നവരുണ്ട്. പ്രേയസ്സിൽ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പെല്ലാം കുറ്റബോധമാണ്. ചെയ്യേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതിരുന്നിട്ടുണ്ട്. നോക്കേണ്ട പലരെയും സഹായിക്കേണ്ട പലരെയും നോക്കിയിട്ടുണ്ടാവില്ല. കൃതജ്ഞത നന്ദി കാണിക്കേണ്ടത് പലരും നന്ദി കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറ്റബോധത്തോടു കൂടി പിന്നെ നമ്മൾ പരാശ്രയം, മറ്റുള്ളവരെ ആശ്രയിച്ച്, പിന്നെ നമ്മൾ ആങ്സൈറ്റിയിൽ ജീവിക്കുക. ഇതിനൊക്കെ ശേഷമാണ് നമ്മൾ ഡിപ്പെൻഡൻ്റായി നമ്മൾ മരിക്കുക. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ ഈ ശ്രേയസ്സിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു വലിയ ചിന്തയാകട്ടെ. ജീവിതത്തിലൊരു വലിയ മാറ്റത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പകർന്നു തരണമെന്നുണ്ട്. നേരിട്ട് തരാൻ പലതും പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് കോർ ഏരിയ എല്ലാം ഇപ്പോൾ ലേണിങ്ങിൽ ഉൾപ്പെടുത്തിയേക്കാണ്. അപ്പോൾ നിങ്ങൾ ലേണിങ്ങിൽ ലൈഫ് ലൈൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ലേണിങ്ങിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായ പല പ്രോഗ്രാംസ് കിട്ടും. അത് വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓൾ ദി ബെസ്റ്റ്.